പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് ആദ്യമായി ഈ ഒരു ഗ്രൂപ്പിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഞങ്ങൾ പാട്ടുകളുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള സമയങ്ങളിൽ ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ഞങ്ങളോടുകൂടെ അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരണം എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ആ നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്ത ഓരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവം ചെയ്ത ഓരോ നന്മയ്ക്കും ഹല്ലേലൂയ. അതിന് നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം. ദൈവത്തിന് നന്ദി, സ്തുതി, സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് ഈ പാട്ട് പാടുമ്പോൾ ഞങ്ങളോട് ചേർന്ന് പാടുക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥന്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചേർന്ന് മണം അർഹിക്കാത്ത നന്മ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോരു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോരു സ്തുതി. നന്ദിയോടെ ഞാൻ
സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചേർന്ന് പാടാം. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന് നന്ദി പറയുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും ആയിത്തീരാം. വീണ്ടും ആ പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ സമ്പത്താകുന്നു. നമുക്കിന്ന് ലോകത്തിൽ അനേക സമ്പത്തുണ്ടെങ്കിലും എന്നാൽ നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എൻ്റെ യേശു മാത്രമാണെന്ന് നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കണം. എൻ്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ എന്നുള്ള സോങ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെയുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതിനായിട്ട് സിസ്റ്റർ ഫേബെ ക്ഷണിച്ചോളൂ. Praise the Lord.
വീണ്ടും നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഒരു സോങ് കൂടെ പാടുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് സിസ്റ്റർ മഹിമയെ ക്ഷണിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ വർണ്ണിക്കുന്ന ഒരു സോങ് ആണ് പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എന്ന് തുടങ്ങുന്ന ആ പഴയ സോങ് ആണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കും.
പ്രൈസ് ലോർഡ്. നമുക്ക് വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വർണ്ണിച്ചാണ് നമ്മൾ പാടിയത്. നീ എഴുന്നള്ളി എൻ്റെ ഹൃദയത്തിൽ വരണമേ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമായി തീരും. ആ ഒരു പ്രത്യാശ എത്ര പേർക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം കൃപ തന്നോർത്ത് ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. വീണ്ടും ഒരു സോങ് കൂടെ പാടുവാൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ വരവിനെ വർണ്ണിക്കുന്ന ഒരു സോങ് ആണ്. ഞാൻ ഇതിനു മുന്നേ ഞങ്ങളുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ മാസങ്ങൾക്ക് മുന്നേ പാടിയിട്ടുണ്ട്. എന്നാൽ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൂതർ സൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി, യേശുനാഥൻ ഒത്തുവാനിൽ എത്തുവാൻ, മേഘകാഹളത്തിൻ നാദമെന്നും കേൾപ്പിപ്പാൻ, ആ ശുദ്ധരക്ത ആനന്ദഗാനം പാടുവാൻ എന്ന് തുടങ്ങുന്ന ആ സോങ് ആണ്. ആ ഒരു പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിൽ ഞാനും ആനന്ദഗാനം പാടും. മേഘകാഹളത്തിൽ നാദമെന്നും കേൾപ്പിപ്പാൻ എൻ്റെ യേശു വരുന്നുവെന്ന് ആ ഒരു പ്രത്യാശയോടെ എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഞങ്ങളോട് ചേർന്ന് പാടുവാൻ സാധിക്കും? അതുകൊണ്ട് ഒരുമിച്ച് പാടി ദൈവത്തിന് മഹത്വം നമുക്ക് കൊടുക്കാം. ദൂതസൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി, യേശുനാഥൻ ഒത്തുവാനിൽ എത്തുവാൻ, മേഘകാഹളത്തിൻ നാദമെങ്ങും കേൾപ്പിപ്പാൻ, ആകാശാനന്ദഗാനം പാടുവാൻ. ദൂതസൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി, യേശുനാഥൻ ഒത്തുവാനിൽ എത്തുവാൻ, മേഘകാഹളത്തിൻ നാദമെങ്ങും കേൾപ്പിപ്പാൻ, ആകാശാനന്ദഗാനം പാടുവാൻ. നൊടിയിടയിൽ ലോകമെങ്ങും നടുങ്ങിയിടും ശക്തമായി, തകർന്നിടും സകല അധികാര കോട്ടകൾ. ഹല്ലേലൂയ. നൊടിയിടയിൽ ലോകമെങ്ങും നടുങ്ങിയിടും ശക്തമായി, തകർന്നിടും അധികാര കോട്ടകൾ. നൊടിയിടയിൽ ലോകമെങ്ങും നടുങ്ങിയിടും ശക്തമായി, തകർന്നിടും അധികാര കോട്ടകൾ. ഡംബസ്ഥാനമാന ലാഭമാകെ
സുഖലാവണ്യങ്ങൾ മാഞ്ഞുപോ ഡംബസ്ഥാനമാന ലാഭമാകെ തീർന്നുപോയി ദേശഘോഷ സുഖലാവണ്യങ്ങൾ മാഞ്ഞുപോയി ഭൂതസൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി യേശുനാഥൻ ഒത്തുവാനിൽ എത്തുവാൻ മേഘേ കാഹളത്തിൻ നാദമെങ്ങും കേൾപ്പിപ്പാൻ ശുദ്ധരൊത്താനന്ദഗാനം പാടുവാൻ അണിയണിയായി പറന്നിടും വൃതന്മാരൻ ഉയരത്തിൽ കഷ്ടതയിൽ നാടു നീങ്ങി ശോഭിപ്പാൻ പ്രാണപ്രിയനോടൊപ്പം മോദമോടെ വാണിടാൻ ലോക നിന്ന നീക്കി അധികാരം പങ്കിടാൻ ഹല്ലേലൂയ അണിയണിയായി നാമൊത്ത് യേശുവിനോടുകൂടെ വാസം ചെയ്യും ഹല്ലേലൂയ ആ കഷ്ടതയുടെ നാട് നീങ്ങി ശോഭിപ്പാൻ പ്രാണപ്രിയനോട് ഞാൻ മോദമോടെ വാണിടാനുള്ള കാലം അടുത്തുപോയി അണിയണിയായി പറന്നിടും വൃതന്മാരങ്ങുയരത്തിൽ കഷ്ടതയിൽ നാളു നീങ്ങി ശോഭിപ്പാൻ അണിയണിയായി പറന്നിടും വൃതന്മാരങ്ങുയരത്തിൽ കഷ്ടതയിൽ നാളു നീങ്ങി ശോഭിപ്പാൻ പ്രാണപ്രിയനൊപ്പം മോദമോടെ വാണിടാൻ ലോക നിന്ന് നീക്കിയ അധികാരം പങ്കിടാൻ പ്രാണപ്രിയനൊപ്പം മോദമോടെ വാണിടാൻ ലോക നിന്ന് നീക്കിയ അധികാരം പങ്കിടാൻ ദൂതസൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി യേശുനാഥൻ ഒത്തുവാനിൽ എത്തുവാൻ മേഘേ കാഹളത്തിൻ നാദമെങ്ങും കേൾപ്പിപ്പാൻ ശുദ്ധരൊത്താനന്ദഗാനം പാടുവാൻ ദൂതസൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി യേശുനാഥൻ ഒത്തുവാനിൽ എത്തുവാൻ മേഘേ കാഹളത്തിൻ നാദമെങ്ങും കേൾപ്പിപ്പാൻ ശുദ്ധരൊത്താനന്ദഗാനം പാടുവാൻ ഹല്ലേലൂയ ആ ഒരു പ്രത്യാശ ആ ദൂതസൈന്യം അണിയണിയായി യേശുവിനോടുകൂടെ ഞാൻ പറന്നിടും ഹല്ലേലൂയ നമ്മുടെ കഷ്ടതയിൽ നാളെ നീങ്ങി ശോഭിപ്പാൻ ആ പ്രാണപ്രിയനോട് മോദമോടെ വാണിടാനുള്ള കാലം അടുത്തിരിക്കുന്നു ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ഓരോ പാട്ടുകൾ പാടാം അടുത്തായിട്ട് ഒരു പാട്ട് കൂടെ പാടുവാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് മഹിമയെ ക്ഷണിക്കുന്നു ആ സർവശക്തനാകുന്ന കർത്താവിന്റെ യേശുവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന സർവശക്തൻ നീയേ സർവജ്ഞാനി നീയേ എന്ന് തുടങ്ങുന്ന സോങ്ങാണ് നിങ്ങൾക്കറിയാമെങ്കിൽ ചേർന്ന് പാടുക നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം Praise the Lord.
രോഗിക്കു വൈദ്യനീയേ, അങ്ങേപ്പോലെ ആരുമില്ലേ, മേലായി ഞാൻ കാണുകില്ലേ. അങ്ങേപ്പോലെ ആരുമില്ലേ, മേലായി ഞാൻ കാണുകില്ലേ. ഉന്നതനായ
ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന അനേകരുണ്ട്. എന്നാൽ പലപ്പോഴും അവർ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ കൈവിടുന്നവരാണ്. എന്നാൽ യേശു ഒരിക്കലും നമ്മളെ കൈവിടാത്ത ആ പ്രാണനാഥനാവുന്നു. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ഹല്ലേലൂയ. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും അമ്മയെ മറക്കാത്ത ആ കൈവിടാത്ത യേശുവിൻ്റെ സ്നേഹത്തെ എത്ര പേർ രുചിച്ചറിയുന്നുണ്ട്. ഞാൻ നിന്നെ കൈവിടുമോ എന്നുള്ള സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുമിച്ച് മഹത്വം കൊടുക്കുമ്പോൾ സിസ്റ്റർ ഫേബ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. Praise Lord.
യേശു കൈവിടാത്ത ആ സ്നേഹത്തെയാണ് നമ്മൾ ഒരുമിച്ച് വർണ്ണിച്ചത്. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ, ഹല്ലേലൂയ എന്നരുളിയ ആ നാഥന്റെ സ്നേഹത്തെ നമുക്ക് വീണ്ടും വർണ്ണിക്കാം. വീണ്ടും നമുക്ക് വേണ്ടി പാടുവാൻ പോകുന്ന സിസ്റ്റർ സ്നേഹയാണ്. സ്നേഹം നമുക്ക് വേണ്ടി പാടുവാൻ പറഞ്ഞ ഒരുപാട് നമ്മൾ ആരാധിച്ചിട്ടുള്ള ഒരു സോങ് ആണ് ഇസ്രായേലിൻ രാജാവേ എന്ന് തുടങ്ങുന്ന ആ സോങ്. നമ്മൾ ഒരുപാട് ദൈവത്തിന് മഹത്വം കൊടുത്ത ഒരു സോങ് ആണ്. ആ ഇസ്രായേലിന്റെ രാജാവായ, ഇസ്രായേലിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ആ കർത്താവ് വിളിച്ചു വേർതിരിച്ച് തൻ്റെ ജനത്തെ മരുഭൂമിയിലും അതുപോലെ ഏതവസ്ഥയിലും അവരെ വഴി നടത്തി അവരോട് കൂടിരുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെയാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ഇസ്രായേലിൻ രാജാവേ എൻ ദൈവം മാം യഹോവേ എന്ന് തുടങ്ങുന്ന സോങ് സിസ്റ്റർ സ്നേഹ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. Praise Lord. പോകുവാൻ ഒരു സാധ്യതയുമില്ലാത്ത കഴിയാത്ത സ്ഥിതികളിൽ നമ്മോട് കൂടെ വരുന്നു. തിരുക്കരം താങ്ങിയ അവസ്ഥകൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? സാഹചര്യങ്ങളിൽ തിരുക്കരം
ഹല്ലേലൂയ. വീണ്ടും ഒരു സോങ് കൂടെ പാടുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സോങ് ആണ് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അവസാനമായിട്ട് ചേർന്ന് മഹത്വപ്പെടുത്താം ദൈവത്തെ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു എന്ന സോങ് എത്ര പേർക്ക് പാടി ആരാധിച്ചിട്ടുണ്ട്? അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ എൻ്റെ ദൈവം മതി. ഹല്ലേലൂയ.
നമ്മുടെ അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും എന്തൊക്കെ ഉണ്ടോ അതിനെക്കാട്ടിയെല്ലാം എൻ്റെ കർത്താവാണ് വലിയത്. പൈതൽ പ്രായം, എൻ്റെ ചെറുപ്രായം മുതലേ എന്നെ പോറ്റി പുലർത്തിയ ആ യേശുവിൻ്റെ സ്നേഹം മാത്രം, ആ ദൈവം മാത്രം എനിക്ക് മതി. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത സ്റ്റാൻസ് എങ്ങനെയാണ്? ആരും സഹായമില്ലാതെ അവസ്ഥയിൽ, ഹല്ലേലൂയ, കണ്ടും കാണാതെയും പോകുന്നവരുണ്ട്, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ എന്നാണ്. ഹല്ലേലൂയ. ആ ഒരു ഉല്ലാസം, ആ ഒരു ആനന്ദം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആരും സഹായമില്ലെങ്കിലും നമ്മളെ സഹായകനാകുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്, ആ യേശു നമ്മോട് കൂടെയുണ്ട്. ആ ഒരു പ്രത്യാശയോടെ ഈ സോങ് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരുമിച്ച് പാടാം. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ, ആ സ്വർഗത്തിലെ സഹായകൻ എനിക്കുണ്ടെന്നിൽ അതിൽ ആനന്ദമുണ്ട്, അതിൽ ഉല്ലാസം എനിക്കുണ്ട്. ഹല്ലേലൂയ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ.
എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. വീണ്ടും ചേർന്ന് പാടാം. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ എത്രയുള്ളവരുണ്ട്. എൻ്റെ ദൈവം എന്നെ കരുതുന്നു. ഹല്ലേലൂയ. എനിക്കായി വേണ്ടതെല്ലാം ആ സ്വർഗത്തിൽ നിന്ന് എനിക്ക് തരുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു പ്രത്യാശയുണ്ട്. ഈ പാട്ട് ഒരുപാട് നമ്മൾ പാടി ആരാധിച്ചിട്ടുള്ളതാണ്. നമ്മുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആരും സഹായമില്ലെങ്കിലും എൻ്റെ അപ്പനാകുന്ന, എൻ്റെ അമ്മയാകുന്ന എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്. ആ സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. ആ ഒരു പ്രത്യാശ എത്ര പേർക്ക് രാത്രികാലമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. നമുക്ക് അല്പസമയം ദൈവം ഇത്ര നേരം പാട്ടുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ അല്പസമയം ദൈവവചനത്തിൽ ചിന്തിക്കാം. അതിനായിട്ട് എൻ്റെ പിതാവായ സാം ഡേവിഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ വൈകവേളയിൽ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിപ്പാൻ തക്കവണ്ണം ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അടികളെ ഹല്ലേലൂയ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹല്ലേലൂയ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം പറഞ്ഞുകൊണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഒരു പ്രസംഗത്തിന് നിൽക്കുകയല്ല. എന്നാൽ എൻ്റെ യേശു ഹല്ലേലൂയ നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല നന്മകളെ ഓർത്ത് സ്തുതിക്കുവാനിരിക്കുവാൻ ഒക്കത്തില്ല. വീണ്ടും ജനനം, നമ്മൾ വീണ്ടും ജനിപ്പാൻ ഹല്ലേലൂയ ആമീൻ ആമീൻ യോഗ്യരാണ്. ഹല്ലേലൂയ വീണ്ടും ജനിച്ചവരാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ വചനം എങ്ങനെ പറയുന്നു എന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ്റെ കൃപ ഒന്നും മാത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ ആമീൻ ഹല്ലേലൂയ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദോമസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ ഹല്ലേലൂയ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദോമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ.
ആമീൻ. ഹല്ലേലൂയ. ജഡത്താൽ ജനിച്ചത് ഹല്ലേലൂയ ആമീൻ ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൽ ആശ്ചര്യപ്പെടുന്നത്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവർ എല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനം ഹല്ലേലൂയ നമ്മൾ വായിച്ച് കേൾപ്പാനിടയായി. ഹല്ലേലൂയ. ആമേൻ. ഈ വൈക വേളയിൽ കർത്താവിൻ്റെ സ്നേഹം, വീണ്ടും ജനനം. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ആത്മാവിനാൽ വീണ്ടും ജനിക്കണമെന്ന് ഇവിടെ പറയുന്നു. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. നിക്കോദോമസ് എന്ന പള്ളിപ്രമാണി ഹല്ലേലൂയ ആമീൻ ആമീൻ യഹൂദനായിരുന്നു. യഹൂദ മതത്തിന്റെ കമ്മിറ്റിയിൽ സന്ദർശക സംഘത്തിലെ അംഗമായിരുന്നു. ഇതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വൈകവേളയിൽ പറയുവാൻ യഹൂദന്റെ ദൃഷ്ടിയിൽ ശരിയായ ഉപദേഷ്ടാവ് യേശുവിന്റെ അടുക്കൽ വരുന്നത് മറ്റാരും കാണാതെ രാത്രിയിൽ ഈ നിക്കോദോമസ് യേശുവിന്റെ അടുത്ത് കടന്നു. എന്താ യേശുവിനെ വലിയ ഇഷ്ടം. യേശു ചെയ്യുന്ന അത്ഭുതങ്ങള്, അടയാളങ്ങള്, വീരപ്രവൃത്തികള് ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ ആമീൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. യേശുവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ട് ഹല്ലേലൂയ ആമീൻ ആമീൻ ഹല്ലേലൂയ ആമീൻ അവന് എതിർപ്പില്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വൈകവേളയിൽ ആ നിക്കോദോമസ് ഹല്ലേലൂയ യേശുവിന്റെ അടുത്ത് കടന്നു എന്നത് ആ വീണ്ടും ജനനം എങ്ങനെ വീണ്ടും ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കണമോ? ഹല്ലേലൂയ. പലപ്പോഴും വീണ്ടും ജനനം എന്തെന്ന് തിരിച്ചറിയാതെ പലരും ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഹല്ലേലൂയ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ആമീൻ പറയുവാൻ കഴിയും യേശുവിന്റെ ആ സ്നേഹം, യേശുവിന്റെ ഹല്ലേലൂയ ആമീൻ ആ നല്ല ഹല്ലേലൂയ പ്രവൃത്തി നിന്നെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചത്, ഹല്ലേലൂയ ആ അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നത് ആ കർത്താവിന്റെ വലിയ സ്നേഹമെന്ന് പറയുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ ഇങ്ങനെ വായിക്കുന്നുകൊണ്ട് അതിന്റെ 22:15 അനന്തരം പരീശന്മാരിൽ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിനെ ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യയുടെ കൂടെ അവന്റെ അടുക്കൽ അയച്ചു. അപ്പം ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ നമുക്കറിയാവുന്നതാ ഹല്ലേലൂയ നമ്മൾ നല്ല പ്രവൃത്തികൾ നല്ല ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതമുള്ളത് ചെയ്യുമ്പോൾ അത് വാക്കിൽ കൊടുക്കുവാനും ഹല്ലേലൂയ അത് ഹല്ലേലൂയ അവനെ തെറ്റിക്കുവാനും തക്കവണ്ണം ഈ ലോകം നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ പറയട്ടെ ഹല്ലേലൂയ ആമീൻ ആമീൻ വീണ്ടും ജനിച്ചാൽ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുള്ളൂ. ഒരു വ്യക്തി ഹല്ലേലൂയ ഈ ലോകത്തായിരിക്കുമ്പോൾ ഹല്ലേലൂയ പുതിയൊരു രൂപാന്തരമനമേൽ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ആമീൻ പറയുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ ആമീൻ ഈ ലോകത്തിൽ കൂടെ യാത്ര ചെയ്യുക എന്ന് പറയുവാൻ കഴിയും. തീത്തോസ് 3:5 അല്ലെങ്കിൽ വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവവും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ ചെയ്ത നീതിപ്രവൃത്തികളല്ല, അവൻ തൻ്റെ കരുണപ്രകാരം മാത്രമേ രക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ കരുണ, ആ കർത്താവിൻ്റെ സ്നേഹം ഇവിടെ പറയുന്നത് ആ കർത്താവിൻ്റെ നീതി ഒരു മനുഷ്യൻ നീതി ചെയ്തതിൻ്റെ പ്രവൃത്തികളല്ല ഹല്ലേലൂയ ആമീൻ ആമീൻ കർത്താവിൻ്റെ കരുണപ്രകാരം അത്രേ ഹല്ലേലൂയ ആമീൻ ആമീൻ നീ ജനിപ്പാനിടയായത്. അങ്ങനെയെങ്കിൽ കാരണം വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന രൂപാന്തരം ആ വീണ്ടും ജനം നമ്മൾ ഹല്ലേലൂയ ആമീൻ ഗ്രഹിപ്പാൻ കഴിയും. ഈ പകൽ പറയട്ടെ ഒരു വ്യക്തി വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ എൻ്റെ യേശുവിനെ അവൻ്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ആമീൻ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ജനിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ ആമീൻ റോമർക്കെഴുതിയ 12:2 അല്ലെങ്കിൽ വായിക്കുന്നുണ്ട്. ഈ ലോകത്തിന് അരുവരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിന്റെ മനസ്സിന് ഒരു പുതുക്കമുണ്ടാകണം, ഒരു രൂപാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ ആമീൻ. പൗലോസ് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപത. ഈ ലോകം എന്ന് പറയുമ്പോൾ ഈ ലോകം ഹല്ലേലൂയ സാത്താന്റെ പിടിയില്ല, സാത്താന്റെ ലോകമാ. ഹല്ലേലൂയ അമ്മേ. അങ്ങനെയെങ്കിൽ കർത്താവ് ഹല്ലേലൂയ പറഞ്ഞ ദൈവദാസന് വെളിപ്പെടുത്തി കൊടുത്തത് ഈ ലോകത്തിന് നീ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഒരു പൂർണ്ണത പ്രസാദം ഹല്ലേലൂയ ആമീൻ ഉള്ളവരായി ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നമ്മൾ ഹല്ലേലൂയ വാക്കിന്റെ അർത്ഥം തന്നെ പറയുമ്പോൾ ഹല്ലേലൂയ ലോകമെന്നുള്ളത് ഹല്ലേലൂയ ആമീൻ ആമീൻ നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ അത് ഹല്ലേലൂയ മുഴു ലോകവും ഹല്ലേലൂയ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് വായിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ വാരസ് രാവിലെ സമയം ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹല്ലേലൂയ വലിയ സാന്നിധ്യം നമ്മുടെ മേലും ഹല്ലേലൂയ ഉള്ളത് കൊണ്ട് ആമീൻ നമ്മൾക്ക് പറയുവാൻ കഴിയും.
നമുക്ക് വിശുദ്ധവും ദൈവത്തിന് പ്രസാദമുള്ളവരായിരിക്കാൻ കഴിയും. ഒന്ന് യോഹന്നാൻ 2:15 മുതൽ 16 വരെ ഉള്ള വാക്യങ്ങൾ 15ഉം 16ഉം വായിക്കുമ്പോൾ കർത്താവ് ആമേൻ പ്രസാദമുള്ളവരായി തിരുവചനത്തിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി മാത്രമേ നമുക്ക് വിശുദ്ധരും ദൈവത്തിന് പ്രസാദമുള്ളവരുമായി ഇരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അമരവയുള്ളവരെ, എന്നെ കേൾക്കുന്നവർ ആമീൻ ആമീൻ പാപത്തിന് അടിമയാണെങ്കിൽ, പാപത്തിൽ നിന്റെ ജീവിതം പോകുകയാണെങ്കിൽ, റോമർക്ക് എഴുതിയ 6 ആമീനുള്ള വചനങ്ങൾ ഇങ്ങനെ വായിക്കും. ഇനി നീ പാപത്തിന് അടിമ ആവപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെടണമെന്ന് നാം അറിയുന്നു. അപ്പം നമ്മുടെ പഴയ മനുഷ്യനെ ആമീൻ ആമീൻ ആ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ പാപ ശരീരത്തിലുള്ള നീക്കം നമുക്കുണ്ടാകത്തുള്ളൂ. ഇന്ന് വൈക വേളയിൽ പഴയ മനുഷ്യനാണോ നീ? ആമീൻ. അല്ല നിന്നിൽ പാപം അതിന് അടിമപ്പെട്ടതാണോ? ആ യേശുവിനോട് കൂടെ നീ ക്രൂശിക്കപ്പെടണം. എങ്കിൽ മാത്രമേ വീണ്ടും ജനനം നിന്റെ ഉള്ളിൽ പകരുവാനൊക്കത്തുള്ളൂ. പാപത്തോടു കൂടെ ക്രൂശിക്കപ്പെട്ട് നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കുമ്പോൾ പാപ ശരീരത്തിന്റെ ബലഹീനമായിരുന്നു തീരുന്നു. ഇവിടെ ചോദ്യം വരുന്നുണ്ട്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സ്വഭാവം മരിച്ചുവെങ്കിൽ നാം എങ്ങനെ ആണ് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. അതൊരു ചോദ്യം. നമ്മൾ ആമീൻ ക്രിസ്ത്യാനിയായിരിക്കുമ്പോൾ നമ്മൾ എല്ലാം തികഞ്ഞു, അല്ലെങ്കിൽ പാപം എന്നിൽ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. ഒരിക്കലും അതല്ല. നമ്മുടെ നമ്മുടെ നോട്ടത്തില്, നമ്മുടെ പാപത്തില്, നമ്മുടെ ചിന്തയില് എല്ലാം പാപം ഉണ്ട്. നമ്മൾ മാനസാന്തരം പ്രതി മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. പാപം ചെയ്തു കൊണ്ടേയിരിക്കുന്നത് അതിന്റെ ശക്തി മിക്കാറുമ്പോൾ ഇത് ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ മരിപ്പിപ്പാൻ തക്കവണ്ണം നമ്മൾ ആയിരിക്കണം. ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 1:14-15 ഒരുത്തൻ പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹങ്ങൾ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വൈകവേളയിൽ നമുക്ക് പറയുവാൻ നിന്റെ മോഹം, നിന്റെ കൺമോഹം, ആ പാപം ആമീൻ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നീ കണ്ടത്, നീ തൊട്ടത്, നീ പറിച്ച് തിന്നത് അത് പാപത്തിന് അടിമയായി തീർന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിക്ക് ചിന്തിപ്പാൻ കഴിയും. ഒരുവൻ പാപത്തിന് അവൻ വീണ്ടും ജനിക്കണം, വീണ്ടും യേശുവിനിൽ ആയിത്തീരണം. അതിന് ഞങ്ങൾക്ക് തുറന്നു കാട്ടുവാനുള്ളത് ആ നസ്രയനായ യേശുവിനാ. യേശു എനിക്ക് നിനക്ക് വേണ്ടി ഈ ലോകത്തേക്ക് കടന്നു വന്നു. യേശുവിന്റെ സ്നേഹം നിന്റെ മേൽ തന്നു. നിന്നെ വീണ്ടും ജനിപ്പിപ്പാൻ തക്കവണ്ണം അവന്റെ രക്ഷ നിന്റെ മേൽ പകർന്നു. ലേഖനത്തിൽ 4:23 വായിക്കുന്നുണ്ട്. നിങ്ങളെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവത്തിന്റെ അറിവുമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുക്കമുള്ളവരായി, പുതുമനുഷ്യനെ ധരിക്കുന്നവരായി, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയും വിശുദ്ധിയും. ഹല്ലേലൂയ. സത്യമെന്തെന്ന് തിരിച്ചറിയുക, നീതി എന്തെന്ന് പറയുക, വിശുദ്ധിയും ആമീൻ നീതിയും വരുവിൽ ആയിത്തീരുമ്പോൾ അവൻ ദൈവത്തിന് അരുമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഹല്ലേലൂയ, ഈ വീണ്ടും ജനത്തിന്റെ ഉള്ളിൽ ആ കർത്താവിനെ നീ യേശുവിനെ നീ കണ്ടിട്ടില്ലെങ്കിൽ ആമീൻ പറയുന്നു ആമീൻ ആമീൻ ജീസസ് ആ യേശുവിനെ കാണുവാൻ ഇവിടെയാകണം. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെ വായിക്കുന്നുണ്ട്. തന്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എത്ര സ്നേഹം ആ പുത്രനെ ഈ ലോകത്തേക്ക് നൽകുവാൻ, പുത്രനെ ഈ ലോകത്തേക്ക് വിടുവാൻ. ഒരു പൂർണ്ണ മനുഷ്യനായി കടന്നു വന്നെങ്കിലും അവൻ ദൈവമായിരുന്നു. ആ കർത്താവിന്റെ സ്നേഹം എന്നിലും നിന്നിലും പകരുവാൻ ഇങ്ങനെ ആ 3:16 വായിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രൻ
സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. അന്നമല്ല അവനെ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നീ ഒന്നും പകരം കൊടുക്കണ്ട. നീ പകരം എൻ്റെ യേശു ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു വിശ്വാസം മാത്രം. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എത്ര സ്നേഹം, എത്ര ആമീൻ അതുര്യമായ വാക്കുകളെ ലേഖനത്തിൽ നാം വായിച്ച് ഇങ്ങനെ കേൾപ്പാൻ കഴിയും. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്ര. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ലെന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണം ഒരിക്കലും നീതിയിൽ കൊണ്ടുപോകുന്നില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എന്നാൽ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന്റെ പ്രമാണം നിന്നെ വീണ്ടെടുപ്പിൽ വീണ്ടും ജനത്തിലേക്ക് ഹല്ലേലൂയ നിത്യതയിലേക്ക് കൊണ്ട് എത്തിക്കും. നിന്റെ ജഡം അവിടെ നീതീകരിക്കപ്പെടും. ലേഖനം 2:8 വാക്യങ്ങൾ അല്ലെങ്കിൽ വായിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. പ്രശംസിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഹല്ലേലൂയ. ആമീൻ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം കർത്താവിന്റെ കൃപയാ നിന്റെ ആ വീണ്ടും ജനനം അല്ലെങ്കിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരുക്കിയിരിക്കുന്നത്. ഈ വൈകവേളയിൽ അവർ വലിയ പ്രസംഗത്തിനും ഒരുപോലെ ചില വാക്യങ്ങൾ വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ കർത്താവിന്റെ സ്നേഹം, ആ കർത്താവിന്റെ മഹത്വമുള്ള ആ സ്നേഹത്തിന്റെ ആമീൻ ആഴം നിന്നെ വീണ്ടെടുത്ത് നിന്റെ ചേറ്റിൽ കുഴച്ച ചേറ്റിലെ ജാതികളായിരുന്ന ദൈവം എന്തെന്ന് അറിയാൻ വയ്യാതെ കണ്ട കല്ലിനും മരത്തിനും അലകളെ കേറിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തു ആ യേശുക്രിസ്തു കടന്നു വന്ന് എന്നെ നിന്നെ രക്ഷിച്ചത് ആ കൃപയാലല്ലോ. ആ വിശ്വസിച്ചാൽ മാത്രം കർത്താവിൽ വരുന്ന കൃപ ആ നീതീകരണം പ്രിയമുള്ളവരെ ഒരു വീണ്ടും ചെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ആമേൻ കൊണ്ടുവരിക. ആ കർത്താവിനെ കാണുക. യേശു തന്നെ വായ്പാനിടയായി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഒരാൾ മാത്രമല്ല ഏവരും നശിച്ചു പോകാതെ വണ്ണം അതെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് രക്ഷിപ്പാൻ എൻ്റെ യേശുവിന് മാത്രമേ അത് കഴിയൂ. അത് ഒരു മനുഷ്യന്റെയോ ഒരു മതത്തിന്റെയോ ഒരു സംഘടനയുടെ ദൈവമല്ല, സകല മനുഷ്യരുടെയും കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഞങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ആ കർത്താവിനെ ഉയർത്തുവാനിടയായത് ഈ വൈകവേളയിൽ പറയട്ടെ. ആ കർത്താവിനെ ഞങ്ങളെ ഉയർത്തുന്നത് ഈ ലോകത്തെ മറ്റേക്കാളിലും വലിയവനായ ദൈവം അകല സൃഷ്ടിയുടെ അധികാരമുള്ളവനായതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഈ വൈകവേളയിൽ അടിയങ്ങൾക്ക് പറയുവാൻ നാവുകൾ പോരാ, വാക്കുകൾ പോരാ. യേശുവിനെ നമുക്ക് ഒരിക്കൽ കൂടെ ഇറങ്ങി ചിന്തിക്കാം. എന്നെ കേൾക്കുന്നവർ മാനസാന്തരപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കർത്താവായ നസ്രേനായ യേശുവിനെ 2020 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് നിനക്ക് വേണ്ടി ആ കാൽവരി ക്രൂസിൽ ക്രൂശിക്കപ്പെട്ടവനെ അവനോടുകൂടെ നമുക്ക് ചേരാം. അവനെ കണ്ടാം. അവനെ കണ്ട് ഒരു വീണ്ടെടുപ്പിന്റെ വില എന്തെന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരുമിച്ച് നമുക്ക് തലവിളകളെ മടക്കാം. ആ യേശു കർത്താവിന്റെ സ്നേഹം എന്നത് നമുക്ക് ഒരിക്കൽ കൂടെ അറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ആമീൻ ആമീൻ. എന്നെ കേൾക്കുന്നവരെ യേശുവിനെ അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വർഗീയ പിതാവിന്റെ ആ ഹൃദയത്തിന്റെ ആ രൂപാന്തരം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഒരു ജഡത്തിന്റെ പ്രവൃത്തികളെ അകറ്റിക്കളഞ്ഞ് യേശുവിനെ നമുക്ക് ഒരുമിച്ച് കണ്ട് സ്തുതിക്കാം. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ആ സ്വർഗ്ഗം നമ്മുടെ മേൽ ഇറങ്ങുന്നു വരുന്ന നിമിഷമാകട്ടെ. വിശ്വാസം മൂലം രക്ഷ, ആ രക്ഷ കൃപയാൽ നിനക്ക് തന്നിരിക്കുന്നത് വിശ്വാസത്തോടെ ഏറ്റുവാങ്ങിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ എൻ്റെ യേശു രക്ഷിപ്പാൻ തക്കവണ്ണം യോഗ്യനാ. അവൻ രോഗസൗഖ്യമുള്ളവനാ. ആമീൻ. അവൻ ഇല്ലായ്മയിൽ സകലതും ഉളവാക്കി തരുന്നവനാ. അവൻ സകലത്തെ സൃഷ്ടിച്ച ദൈവമാ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം രോഗത്താൽ ഭാരത്താൽ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള കാലസ്ഥാനത്ത് അവരുടെ കരങ്ങളെ വെച്ചാട്ട് ഓടുന്ന പായുന്ന വചനം, അതിവേഗം പായുന്ന വചനം, അത്ഭുത വചനം അധികാരത്തോടെ ഹല്ലേലൂ ആമീൻ. വീണ്ടെടുപ്പുകാരന്റെ പേരിൽ നിന്നും അധികാരത്തോടെ ഹല്ലേലൂ. എൻ്റെ ശബ്ദമല്ല, യേശുവിന്റെ ശബ്ദം അധികാരത്തോടെ ഹല്ലേലൂ ആമീൻ തുളച്ചു കയറുന്നതാണ്. അധികാരത്തോടെ വിടുതൽ സംഭവിക്കുന്നതാണ്. ഹല്ലേലൂ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനാം ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ അടിയങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. ഈ വൈകുവേളയിൽ അടിയങ്ങൾ പാട്ടുകൾ പാടി തുതിപ്പാനും ഹല്ലേലൂ ആമീൻ സ്വല്പമായി ഹല്ലേലൂയ വചനം ചേരുവാനിടയായി. സ്വർഗത്തിലെ വചനത്താൽ വിടുതലുണ്ടെന്ന് അടിയങ്ങൾക്കറിയാം. ആ സ്വർഗമധീരത്തോടെ അധികാരത്തോടെ അഭിഷേകത്തോടെ ഹല്ലേലൂയയുടെ വാക്കാൽ അടിയങ്ങൾ കൽപ്പിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അത്ഭുത വിടുതൽ, ആ രോഗസൗഖ്യം മക്കളുടെ അപ്പം അതിവേഗം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അധികാരത്തോടെ പകരട്ടെ. മുതൽ പാദം വരെ അങ്ങയുടെ മഹത്വം അധികാരോടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. അതുപോലെ ഞെരുക്കത്താൽ കടഭാരത്താൽ ഹല്ലേലൂ കഴിയുന്നവർ ഹല്ലേലൂ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശു സമ്പന്നര. അങ്ങയുടെ ആകാശത്തിന്റെ ഹല്ലേലൂ അവർ കിളിവാതിൽ തുറന്ന് ആ ഭണ്ഡാരത്തെ പടികൾക്ക് വേണ്ടി പകർന്ന ദൈവം, എൻ്റെ യേശുവിന്റെ നാമത്തിൽ ആ ദൂതന്മാരെ സേവ ആത്മാക്കളെ ഇറക്കി വിടുവിച്ച് മതിയാവോളം കൊടുക്കുന്ന ദൈവം. അഭിഷേകത്തിന്റെ ഒരു വലിയ തീ അടികളെ കേൾക്കുന്നവരുടെ മേൽ അധികാരത്തോടെ വ്യാപരിക്കട്ടെ. അവർ നിറയട്ടെ, നിറവിലേക്ക് അധികാരത്തോടെ പകരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അബ്രഹാം തലമുറകളെ തലമുറയെ അനുഗ്രഹിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ എന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. അത് അധികാരത്തോടെ നിറയട്ടെ. സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ, ആമീൻ, ആമീൻ. ഇതിടത്തിൽ അടികൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹോദരിമാരെ, അബ്ബാ പിതാവേ, അങ്ങയുടെ മഹത്വം അവരുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ. ആ സ്വർഗീയ പിതാവിനെ, ആ വീണ്ടെടുപ്പുകാരനെ വീണ്ടും ജനിപ്പാൻ തക്കവണ്ണം അടികളെ ഉള്ളത്തെ പകർന്നത് എൻ്റെ യേശുവിന്റെ കൃപയൊന്ന് മാത്രം. ആ കൃപയ്ക്കൊത്തമണമായി തീരുവാൻ അടികൾ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. സ്വർഗം അധികാരത്തോടെ നിറച്ചാട്ടെ. അടികളുടെ മേൽ അങ്ങയുടെ കൃപ പകർന്നിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ വാഴ്ത്തു. വരും ദിവസങ്ങളിൽ അത് കണ്ട് ഉണരുവാനും അടി ചെയ്തെല്ലാം നന്മയ്ക്കായി തകണ്ട് കൂടി ആവരിക്കുന്ന വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. സകലതയുടെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ അടിയെ താഴ്ത്തു. അങ്ങ് പ്രാർത്ഥനകളെ യാചനകളും കൈക്കൊണ്ടത് കൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് ഇത്രയും നേരം ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരുപാട് കമൻസുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേക വിനോദ് കുഞ്ഞുമോൻ പാസ്റ്റർ, അതുപോലെ ജോഷ്ന ജസ്റ്റിൻ, സിസ്റ്റർ അക്ഷിത ജസ്റ്റിൻ, മാത്യൂസ് യോഹനാൻ, അങ്ങനെ കമൻസ് ഇട്ട എല്ലാവർക്കും, ഞങ്ങളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്. സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് യേശു പറഞ്ഞ ഒരു വാക്കാണ്. ഈ വാക്കിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു സുവിശേഷത്തിലെ വാക്യമാണ്. എന്നാൽ യേശു പറഞ്ഞ ആ വാക്ക് ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരുണ്ട്. ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കണം. ചിലർ എന്ന് പറയുന്നത് ഹല്ലേലൂയ പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള പണ്ട് കാലം മുതലേ നമ്മളിത് വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാലത്ത് അന്ത്യകാലമാകിയാൽ ചിലർ എന്ന കൂട്ടത്തിൽ, മരണം ആസ്വദിക്കാത്ത ആ ഒരു കൂട്ടത്തിൽ നമ്മളും അകപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഒരുങ്ങുവാൻ തയ്യാറാകാം. നമ്മൾ ആദ്യം മുതലേ പാടി ആരാധിച്ചു, ഒരുപാട് പാടുകൾ പാടി, പ്രത്യാശയുടെ ഗാനങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഗാനങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്ന ആ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുവാൻ നമുക്കിടയായി തീർന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മഴയുടെ തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 7:45 സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് ലേറ്റായി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ മുന്നിൽ വരുവാൻ 7 മണിക്കാണ് ഞങ്ങളുടെ ടൈം വെച്ചിരുന്നത്. എന്നാൽ ഒരുപാട് താമസിച്ചു. അതുകൊണ്ടാണ് ഒരുപാട് പെട്ടെന്ന് അങ്ങ് ഓടിച്ചു വിട്ടു പോയത് പാട്ടുകൾ. നമുക്ക് വീണ്ടും ഒരുമിച്ച് ആ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. ആ ചിലർ, മരണം ആസ്വദിക്കാത്ത ചിലർ
ഇവിടെ നിൽക്കുന്നവരിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആ കൂട്ടത്തിലായി തീരുവാൻ, ഒരിക്കലും തള്ളപ്പെട്ടു പോകുവാനല്ല, ആ കർത്താവിൻ്റെ വരവ് കാണുവോളം ആ ദൈവരാജ്യം നമ്മൾ കാണും. ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പാടാം. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നതാ, വീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നേ. ഒന്ന് ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ ഞങ്ങളോട് ചേർന്നൊന്ന് പാടാമോ? അവൻ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എൻ്റെ ആശ്രയം, എൻ്റെ പാറയാകുന്നവൻ, എൻ്റെ പരിചയാകുന്നവൻ, അവൻ എൻ്റെ ഉപനിധിയും. അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എന്നാശ്രയം, അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും. ചേർന്ന് പാടാം. അവൻ എൻ്റെ രക്ഷയും എന്നാശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എൻ്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എൻ്റെ ഉപനിധിയേ. ചെറുപട. പരിശുദ്ധനെ, പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ. ഉന്നതനാം നായകനെ, വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ നായകനെ, കർത്താദി കർത്താവേ വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനെ, പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടും. ചേർന്ന് പാടാം. പരിശുദ്ധനെ രാജാവേ അങ്ങേ നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നി. ആത്മാവിലൊന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. നമ്മൾ ഇത്രയും നേരം ജഡത്തിലൊന്ന് ആരാധിച്ചു, ജഡത്തിൽ പാട്ട് പാടി, എന്നാൽ ആത്മാവിലൊന്ന് ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, നിങ്ങളെല്ലാവരും ഞങ്ങളോട് ആത്മാവിലൊന്ന് ആരാധിക്കാമോ? അന്യഭാഷകളിൽ ആ പരിശുദ്ധനാകുന്ന രാജാവാകുന്ന, എൻ്റെ രാജാവാകുന്ന, എൻ്റെ ശൈലമാകുന്ന, എൻ്റെ കോട്ടയാകുന്ന, ഹല്ലേലൂയ, അവൻ എൻ്റെ രക്ഷയാകുന്നു, അവൻ എൻ്റെ ഉപനിധിയാകുന്നു, അവൻ എൻ്റെ പാറയാകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് എൻ്റെ യേശു, ഹല്ലേലൂയ, എൻ്റെ സ്നേഹിതനാകുന്ന യേശു എന്നോട് കൂടെയുണ്ട്. ആ യേശുവിൻ്റെ വരവിൽ ഞാനും എടുക്കപ്പെടും. ഹല്ലേലൂയ. യേശുവേ അങ്ങേക്ക് നന്ദി, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധനെ അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധനായിരിക്കാൻ എന്നെയും അങ്ങ് പരിശുദ്ധനാക്കി ഒരുക്കി തീർത്തിരിക്കാൻ പിതാവേ അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച്
ആ കർത്താവിൻ്റെ വരവിൽ ഞാനും പരിശുദ്ധനായി യേശുവിനോടുകൂടെ വാസം ചെയ്യുവാൻ തയ്യാറാകുന്നു പിതാവേ. ഹല്ലേലൂയ. ആ ഒരു സമർപ്പണം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. ഞാൻ വായിച്ച ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ചിലർ ഹല്ലേലൂയ ആ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ഉണ്ട്. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ഞാനുമുണ്ട്. ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ ഫേബ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായി സ്വർഗ്ഗ നല്ല പിതാവേ, കഴിഞ്ഞ പോലുള്ള ഞങ്ങൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വൈകവേളയിൽ ദൈവത്തിൻ്റെ സന്നിധി കർത്താവെ ഞങ്ങൾക്ക് ലൈവിന് വരുവാനും കർത്താവ് ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുവാനുള്ള കൃപ എൻ്റെ കർത്താവ് ഒരുക്കുന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രത്യാല് കർത്താവെ ഞങ്ങൾ വായിച്ച് ചെയ്ത് ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ദൈവമേ അവർക്ക് ഒരാശ്വാസം വിടുതലുമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിലൂടെ അനേക രക്ഷയുടെ ഭാഗത്തേക്ക് വരാനുള്ള കൃപ മുഖാന്തരം വഴികളെ ദൈവം ഒരു കൊടുത്തു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അന്ന് പ്രാർത്ഥിക്കുള്ള കൃപ എന്നോട് സ്തുതിക്കുന്നു. കർത്താവെ എൻ്റെ കർത്താവ് പ്രാർത്ഥന കേട്ടാനായി സ്തോത്രം ചെയ്യുന്നതാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ജോയിൻ ചെയ്ത് പ്രത്യേകം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ പാടിയ പാട്ടുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. അതുപോലെ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിന് അനുഗ്രഹമായി തീരുന്നു. വരും ജീവിതത്തിൽ നിങ്ങളുടെ അതെല്ലാം പ്രവൃത്തിയിലേക്ക് വരുവാൻ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ ജോയി ഓർത്ത് പ്രത്യേകം അച്ഛനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരവസരം ഈ ഗ്രൂപ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെല്ലാവരും, ഞങ്ങളുടെ ടീമിൻ്റെ പേര് ഗ്ലോറി ടു ജീസസ് പത്തനാപുരം എന്നാണ്. ഞങ്ങൾ യേശുവിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. എന്ത് കാര്യം അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. വെറും ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ വെറും പാട്ട് പാടി പോകുവാനല്ല. ഹല്ലേലൂയ. ആ യേശുവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ആ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. നമുക്ക് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ ഞങ്ങളുടെ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.